ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ നിവിൻ പോളി നായകനെത്തിയ മലയാളി ഫ്രം ഇന്ത്യ. നിവിനെ നായകനാക്കി ഡിജു ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ധ്യാൻ, സലിംകുമാർ, അനശ്വര രാജൻ, മഞ്ജു പിള്ള തുടങ്ങിയവരൊക്കെ അഭിനയിച്ച സിനിമയുടെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ എടുക്കാൻ സമയമായി മാറിയിരിക്കുകയാണ്. ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഫീൽ ഗുഡ് എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയിൽ നിന്നും ആദ്യ അഭിപ്രായങ്ങളായിട്ട് നാം പ്രതീക്ഷിച്ചത് നല്ല കിടിലൻ അഭിപ്രായങ്ങളാണെങ്കിൽ മിക്സഡ് അഭിപ്രായങ്ങളാണല്ലോ ഏറ്റവും അവസാനം യഥാർത്ഥത്തിൽ നേടിയെടുത്തത്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ട്രാക്കിംഗ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1,49,00,000 സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. പ്രീസെയിൽ കണക്കുകൾ പ്രകാരം 1 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ കളക്ഷൻ എത്തപ്പെട്ടതോടെ നിസ്സാരമായിട്ട് 3 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയുടെ കളക്ഷൻ കടക്കുമെന്നാണ് നാം പ്രതീക്ഷിച്ചതെങ്കിൽ നിലവിൽ 3 കോടിയോളം രൂപയാണ് ആദ്യ ദിവസം കേരള ഗ്രോസ് ആയിട്ട് നാം പ്രതീക്ഷിക്കുന്നത്. 2,80,00,000 3 കോടി റേഞ്ചിൽ ആദ്യ ദിവസം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ നിവിന്റെ സമീപകാലത്തെ, അതായത് 2020 ശേഷമുള്ള സിനിമകളിലെ ഏറ്റവും മികച്ച കേരള ഗ്രോസ് നേടിയെടുക്കുന്ന സിനിമയായിട്ട് മാറുകയാണ്. അങ്ങനെ കേരളത്തിൽ മികച്ച FT കളക്ഷൻ നേടിയെടുത്ത മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ അത് ഏകദേശം ഒരു 5 കോടി രൂപയ്ക്ക് മുകളിലാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. അതിന് മുകളിലേക്ക് എത്തപ്പെടാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും അത് നാളെ മാത്രമേ എത്രയായി എന്നറിയാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ നിവിൻ പോളി സിനിമ മികച്ചൊരു FT കളക്ഷൻ ലോകമെമ്പാടും നിന്നും നേടിയെടുക്കുകയാണ്. നാളെ സിനിമയുടെ യഥാർത്ഥ കണക്കുകൾ പുറത്തുവരും. പോസിറ്റീവ് ലഭ്യമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേറെ ലെവൽ കളക്ഷൻ സിനിമ ബോക്സ് ഓഫീസിൽ ഇന്ന് ബുധനാഴ്ച നേടിയെടുക്കേണ്ടതായിരുന്നു. മാജിക് ഫ്രെയിംസ് നിർമ്മിച്ച സിനിമയ്ക്ക് ആദ്യ വീക്കെൻഡിൽ തന്നെ 5 ദിവസങ്ങളാണ് ലഭ്യമാകുന്നത്. നമുക്ക് കാത്തിരിക്കാം ഞായറാഴ്ച വരെയുള്ള കൃത്യമായ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.